ഹലോ എവരി വൺ, തെവിൻ സർ വരാറായി. എല്ലാവരും അവനവൻ്റെ ഡ്യൂട്ടി പോയി ചെയ്തേ. തെവിൻ എന്നെ ഇത്ര നേരത്തെ? എന്തെങ്കിലും കുഴപ്പമുണ്ട് പോലും? അങ്ങേർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. നീയായിട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. മൈൻഡ് യുവർ വേർഡ്സ് ടീന. തെവിൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാ. ഫ്യൂച്ചർ ഹസ്ബൻഡ്? യെസ്. ഞങ്ങളുടെ കല്യാണം നേരത്തെ തന്നെ ഞങ്ങളുടെ വീട്ടുകാരായിട്ട് ഉറപ്പിച്ചു വെച്ചേക്കുന്നു. ഇനി ഒരു കൺഫർമേഷൻ കൂടെ മതി. എൻ്റെ ഒരു സമ്മതം മതി ഈ കല്യാണം ഒന്ന് നടക്കാൻ. കണ്ടറിയാം. സംസാരമൊക്കെ നിർത്തി അവനവൻ്റെ പണിക്ക് ഒക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പ്രണവ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ സെറ്റാണ് സർ. ഇനി നമുക്ക് അവിടെ ആയിട്ടൊന്ന് ചെന്നാൽ മതി. എന്തായാലും സ്ഥലമൊന്ന് പോയി കാണണം. എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. എനിക്കിനൊന്നും പറയാനില്ല. നീ ബാക്കി പേപ്പർ വർക്കെല്ലാം ചെയ്തോ. ഓക്കെ സാർ. പിന്നെ സാറിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ എന്താ വീട്ടിലോട്ട് പോകാത്തേ? ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അമ്മ മിക്കവാറും വിളിച്ചിട്ട് കിട്ടിക്കാണില്ല. ഓക്കെ, ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ സാർ, ഞാനെന്നാൽ പ്രോപ്പർട്ടിയുടെ കാര്യം നോക്കട്ടെ. ഓ, നീയായിരുന്നു. എന്താ ടെവിൻ, ഞാൻ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെന്നുണ്ടോ? ഇഷ്ടമായില്ല, അതുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ ചോദിച്ചത് ഞാൻ. ടെവിൻ, വൈ ആർ യു ലൈക്ക് ദിസ്? നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? എന്താണേലും ഒന്നുമില്ലേലും നീ എൻ്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്നതാണല്ലോ. നീ സ്റ്റോപ്പ് ഇറ്റ്. വീട്ടുകാർ പണ്ടെന്നും അങ്ങനെ പറഞ്ഞു വെച്ചെന്നും പറഞ്ഞ് ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് നീ ജീവിക്കുന്നത്? നിനക്ക് സ്വന്തമായിട്ട് ചോയ്സ് ഒന്നും ഇല്ലേ? എൻ്റെ ചോയ്സ് നീ തന്നെയാ. നീ ചൈൽഡിഷ് ആവല്ലേ? എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. എനിക്ക് നിന്നോടെന്നല്ല, എനിക്ക് ആരോടും ഇല്ല. എന്തായാലും നിനക്ക് ഒരാളെ കല്യാണം കഴിക്കണം. അപ്പം പിന്നെ നിനക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ? ഞാനിപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നിൽക്കുമല്ല. അഥവാ എനിക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ആലോചിക്കാം. ഇപ്പം എന്തായാലും മോൾ ഇവിടുന്ന് സ്ഥലം വിട്ടു. ഓക്കെ, ഞാൻ എന്തായാലും അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇവളെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ.